നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലം ജില്ലയിൽ അടുത്ത 2 ദിവസങ്ങളിൽ താപനില 39 ഡിഗ്രിയിലേക്ക് ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ജില്ലയിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. കൊല്ലം ജില്ലയിൽ യെല്ലോ അലർട്ട്. ഇരവിപുരം കാരിക്കുഴി വയലിൽ യുവാക്കൾക്ക് നേരെ ആക്രമണം. സംഭവത്തിൽ 3 പേർക്കെതിരെ വധശ്രമത്തിന് കേസ്. കാരിക്കുഴി സ്വദേശികൾക്കെതിരെയാണ് കേസെടുത്തത്. കായംകുളത്ത് ക്ഷേത്രോത്സവത്തിനിടെ പോലീസുകാരെ ആക്രമിച്ച കേസിൽ 7 പേർ അറസ്റ്റിൽ. പുതുപ്പള്ളി കീരിക്കാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. പുതുപ്പള്ളി പടിഞ്ഞാറ്റിൻകര കുടുംബക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് പോലീസുകാർ ആക്രമിക്കപ്പെട്ടത്. പദ്ധതി വിനിയോഗത്തിൽ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി നഗരസഭ 1ാം സ്ഥാനത്ത്. സംസ്ഥാനത്ത് 5ാം സ്ഥാനവും കരുനാഗപ്പള്ളിക്ക്. വാർഷിക പദ്ധതി തുക ചെലവഴിച്ചതിലും കെട്ടിട നികുതി പിരിവ് ഇനത്തിലുമാണ് കരുനാഗപ്പള്ളി 1ാമതെത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ജില്ലയിൽ അടുത്ത 2 ദിവസങ്ങളിൽ താപനില 39 ഡിഗ്രിയിലേക്ക് ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ജില്ലയിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് മുന്നറിയിപ്പ് നൽകി. ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. താപനില അടുത്ത 2 ദിവസങ്ങളിൽ 39 ഡിഗ്രിയിലേക്ക് ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ജില്ലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10-ന് പുനലൂരിൽ 39.8 ഡിഗ്രി താപനില രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെ ചൂടേറിയതും അസ്വസ്ഥത നിറഞ്ഞതുമായ അന്തരീക്ഷ സ്ഥിതി തുടരാനാണ് സാധ്യത. ജില്ലയിൽ താപനില ഉയരുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ കളക്ടർ എൻ ദേവിദാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലയിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. കെട്ടിട റോഡ് നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ട്രാഫിക് പോലീസ്, പോസ്റ്റ്മാൻ, ലൈൻമാൻ, ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ, ഇ-കൊമേഴ്സ്, പാർസൽ വിതരണക്കാർ, കളക്ഷൻ ഏജന്റുമാർ, സെയിൽസ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങി പുറം ജോലികളിൽ ഏർപ്പെടുന്നവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വേനൽക്കാലത്ത് തൊഴിലാളികളുടെ സമയക്രമം പുനഃക്രമീകരിച്ചെങ്കിലും തൊഴിൽ സമയം മിക്കവർക്കും മാറ്റമില്ലാതെ തുടരുകയാണ്. മെയ് 20 വരെ ഉച്ചയ്ക്ക് 12 മുതൽ ഉച്ചയ്ക്ക് 3 വരെ വിശ്രമവേളയാക്കിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും മിക്കയിടത്തും ഈ സമയത്ത് തൊഴിലാളികൾ ജോലി തുടരുകയാണ്. ഉച്ചസമയത്ത് വെയിലിൽ സഞ്ചരിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ ചൂടേൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളത്ത് ക്ഷേത്രോത്സവത്തിനിടെ പോലീസുകാരെ ആക്രമിച്ച കേസിൽ 7 പേർ അറസ്റ്റിൽ. പുതുപ്പള്ളി കീരിക്കാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. പുതുപ്പള്ളി പടിഞ്ഞാറ്റിൻകര കുടുംബക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് SI ഉൾപ്പെടെയുള്ള പോലീസുകാർ ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. കായംകുളം പുതുപ്പള്ളി പടിഞ്ഞാറ്റിൻകര കുടുംബക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ SI ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് 7 പേരെ അറസ്റ്റ് ചെയ്തത്. പുതുപ്പള്ളി ശിവാലയം വീട്ടിൽ അഖിൽ സോമൻ, പടിഞ്ഞാറ്റതിൽ വീട്ടിൽ പ്രവീൺകുമാർ, വലയിൽ തറയിൽ വീട്ടിൽ അഖിൽ രാജ്, അശ്വതി നിവാസിൽ സന്തോഷ്, കീരിക്കാട് മലമേൽ ഭാഗം തുരുത്തേൽ വീട്ടിൽ സുജിത്ത്, പുതുപ്പള്ളി ഗീതാലയം വീട്ടിൽ സഞ്ജു കാർത്തിക്, പുത്തൻ വീട്ടിൽ അനിയൻ കുഞ്ഞ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 16-ന് രാത്രി 10:30ഓടെ പടിഞ്ഞാറ്റിൻകര ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ചായിരുന്നു ആക്രമണം. ക്ഷേത്രത്തിൽ പ്രശ്നമുണ്ടാക്കിയ 1-ാം പ്രതിയെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പ്രതികൾ ചേർന്ന് പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. പടിഞ്ഞാറ്റതിൽ ക്ഷേത്രത്തിൽ നിയമാനുസൃതമല്ലാതെ ഉച്ചഭാഷിണി പ്രവർത്തിപ്പിച്ചതിന് ക്ഷേത്ര ഭാരവാഹികൾക്കും മൈക്ക് ഓപ്പറേറ്റർമാർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ചകിരിയുടെ കയറ്റുമതി മൂല്യത്തിൽ 70% വർധനവ്. കയറ്റുമതിയിൽ നാളികേര ഉൽപ്പന്നങ്ങളെ ബഹുദൂരം പിന്നിലാക്കിയാണ് ചകിരി ഉൽപ്പന്നങ്ങൾ കുതിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5600 കോടി രൂപ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് കയറ്റി അയച്ചത്. ചകിരി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലുണ്ടായ കുതിപ്പ് നാളികേര കർഷകർക്കും പ്രതീക്ഷ നൽകുന്നു. കയറ്റുമതിയിൽ നാളികേര ഉൽപ്പന്നങ്ങളെ ബഹുദൂരം പിന്നിലാക്കി ചകിരി ഉൽപ്പന്നങ്ങൾ.
2025 രാജ്യത്ത് നിന്ന് കയറ്റി അയച്ചത് $61.2 കോടി മൂല്യമുള്ള ചകിരി ഉൽപ്പന്നങ്ങളാണ്. 2024-25 വർഷം കയറ്റി അയച്ച നാളികേര ഉൽപ്പന്നങ്ങളുടെ മൂല്യമാകട്ടെ 4,349 കോടി രൂപയും. ആഗോളതലത്തിലെ വൻ ഡിമാൻഡും വിലവർധനയുമാണ് ചകിരി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി മൂല്യം കുതിക്കാനിടയാക്കിയത്. ഒറ്റ വർഷം കൊണ്ട് മൂല്യത്തിലുണ്ടായ കുതിപ്പ് 70%. സമീപകാലത്തൊന്നും മൂല്യത്തിൽ ഇത്ര കുതിപ്പുണ്ടായിട്ടില്ല. 2024 $35.8 കോടി മൂല്യമുള്ള ചകിരി ഉൽപ്പന്നങ്ങളാണ് കയറ്റി അയച്ചത്. ഒറ്റ വർഷം കൊണ്ട് മൂല്യത്തിൽ $25.4 കോടി വർധനയുണ്ട്. ചകിരി ഉൽപ്പന്ന കയറ്റുമതിയിൽ 2025 ലോകത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് ഇന്റർനാഷണൽ കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ മാർച്ച് മാസത്തെ അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ശ്രീലങ്കയും ഇന്തോനേഷ്യയും എല്ലാം നേട്ടമുണ്ടാക്കിയെങ്കിലും ഇന്ത്യയുടെ അത്ര വരില്ല. ശ്രീലങ്കയുടെ മുന്നേറ്റം 21%, ഇന്ത്യയുടേത് 70%. ചകിരി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലുണ്ടായ കുതിപ്പ് നാളികേര കർഷകർക്കും പ്രതീക്ഷ പകരുന്നതാണ്. ഉത്തേജിത കരിയുടെ ആഗോളതലത്തിലെ ഉയർന്ന ആവശ്യം മൂലം ചിരട്ടയുടെ വില നാട്ടിൻപുറങ്ങളിൽ പോലും ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്. ഇരവിപുരം കാരിക്കുഴി വയലിൽ യുവാക്കൾക്ക് നേരെ ആക്രമണം. സംഭവത്തിൽ 3 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കാരിക്കുഴി സ്വദേശികൾക്കെതിരെയാണ് കേസ്. വയലിൽ ക്രിക്കറ്റ് കളിക്കാനെത്തിയ യുവാക്കളുമായി തർക്കമുണ്ടാവുകയും മാരകായുധങ്ങളുമായി ആക്രമിക്കുകയുമായിരുന്നു. ഇരവിപുരം കാരിക്കുഴി വയലിൽ പൊതുമാടൻ ക്ഷേത്രത്തിന് സമീപം ക്രിക്കറ്റ് കളിക്കാനെത്തിയ യുവാക്കളെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കാരിക്കുഴി സ്വദേശികളായ വിഷ്ണു, അർഷാദ്, അഖിലനിൽ എന്നിവർക്കെതിരെയാണ് ഇരവിപുരം പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വയലിൽ ക്രിക്കറ്റ് കളിക്കാനെത്തിയ യുവാക്കൾ തമ്മിൽ തർക്കമുണ്ടാവുകയും മാരകായുധങ്ങളുമായി ആക്രമിക്കുകയുമായിരുന്നു. കളിക്കിടെയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് വിഷ്ണു കയ്യിലിരുന്ന ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് യുവാവിന്റെ തല അടിച്ചു തകർത്തു. തടയാൻ ശ്രമിച്ച മറ്റൊരു യുവാവിനെ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അക്രമത്തിന് ശേഷം സ്ഥലത്തു നിന്നും മടങ്ങിയ ഇവർ റോഡിൽ പരസ്പരം പോരടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. പരിക്കേറ്റ യുവാക്കൾ ചികിത്സയിലാണ്. കാരിക്കുഴി വയലും പൊതുമാടൻ ക്ഷേത്ര പരിസരവും കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്ത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും ഇലക്ട്രോണിക് വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. പൊതുജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കണം. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറുക. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയോ പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിലാണ് തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. രക്താർബുദത്തെ തുടർന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആദിനാരായണന് CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം.
90% മാർക്ക് വാങ്ങി വിജയിച്ച ആദിനാരായണനെ PS സുബാൽ MLA വീട്ടിലെത്തി അനുമോദിച്ചു. AIYF അഞ്ചൽ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് അനുമോദനം സംഘടിപ്പിച്ചത്. 7 വയസ്സ് മുതൽ രക്താർബുദത്തിന് ചികിത്സയ്ക്ക് വിധേയനായ ആദിനാരായണൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. നാടാകെ ഒരുമിച്ച് നിന്നാണ് ചികിത്സ നടത്തിയത്. വട്ടപ്പാറ സ്വദേശിയായ വിഷ്ണു ഗോപാലാണ് മജ്ജ ദാനം ചെയ്തത്. 2021 ഒക്ടോബറിൽ കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിലായിരുന്നു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തുടർന്നും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും തളരാതെ പഠിച്ച് CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 90%-ലധികം മാർക്ക് നേടി മികച്ച വിജയം കൈവരിക്കുകയായിരുന്നു ആദിനാരായണൻ. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടിയ ആദിനാരായണനെയാണ് PS സുബാൽ MLA വീട്ടിലെത്തി അനുമോദിച്ചത്. AIYF അഞ്ചൽ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. തുടർന്നും പഠിക്കാനുള്ള എല്ലാ പിന്തുണയും PS സുബാൽ MLA വാഗ്ദാനം ചെയ്തു. AIYF അഞ്ചൽ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ആദിനാരായണനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിന് ആദ്യമൊരു അസുഖം ബാധിച്ചത്. അപ്പോൾ ഈ നാട് മുഴുവൻ ഒരുമിച്ച് നിൽക്കുകയും എല്ലാവിധ പിന്തുണയും ആദിനാരായണനും കുടുംബത്തിനും എല്ലാവരും നൽകുകയുണ്ടായി. ഒരു വലിയ തിരിച്ചുവരവാണ് ആദിനാരായണൻ്റേത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷപ്പെടുന്നത്. ആദിനാരായണൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ആദ്യത്തെ അടക്കം കുടുംബാംഗങ്ങൾ എല്ലാവരും വലിയ പിന്തുണയുമായി ആദിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ CBSE പരീക്ഷയിൽ വലിയ വിജയമാണ് ആദി നേടിയത്. ആ വിജയത്തിൻ്റെ ഇരട്ടി മധുരമുണ്ട്. നല്ല ആത്മവിശ്വാസത്തോടെയാണ് ആദി സംസാരിച്ചത്. അപ്പോൾ സയൻസ് വിഷയമെടുത്ത് പഠിക്കുവാനാണ് ആദി ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഇതുപോലെയുള്ള വിജയങ്ങൾ ആദിക്ക് ഇനിയും ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാവരും കരുതുന്നതും ആഗ്രഹിക്കുന്നതും. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ ആദിക്ക് കഴിയട്ടെ എന്ന് ആശംസകൾ നേരുന്നു. CPI ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ലെനു ജമാൽ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അരുൺ ചന്ദ്രശേഖർ, AIYF ജില്ലാ കമ്മിറ്റി അംഗം P. അജിത്ത്, V. അജിവാസ്, മാജിദ, അമരീഷ്, മൊയ്തു അഞ്ചൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് മുളവനയിലെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി. കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ ഭാവം മാറും. കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് മുളവനയിലെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം മുളവന മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നളന്ദ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സുജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ, പഞ്ചായത്ത് അംഗം സരിനി അനിൽ, മുൻ പഞ്ചായത്ത് അംഗം G. അനിൽകുമാർ, KPMS 610 നമ്പർ ശാഖാ പ്രസിഡന്റ് C. പങ്കജവല്ലി, ഗായകൻ ഷാജി കുണ്ടറ, ഡോക്ടർ S. അനന്തു, മിനി ലക്ഷ്മണൻ, D. ദിലീപ്, G. ലൈജു, K. നളിനി എന്നിവർ പങ്കെടുത്തു. പഴവിളമുക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് K. സോമൻ, ശാന്തകുമാരി, അപ്പുക്കുട്ടൻ, KB ബോബിലാൽ, D. രാഗേഷ്, ശോഭനൻ, ശ്രീജ ശ്രീനിലയം, മല്ലിക സോമരാജൻ, ശശികല, സ്മിത ബിജുലാൽ, അമ്പിളി സന്തോഷ്, സീമ മോഹൻ, സുനിമോൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പദ്ധതി വിനിയോഗത്തിൽ കൊല്ലം ജില്ലയിൽ 1ാം സ്ഥാനത്തെത്തി കരുനാഗപ്പള്ളി നഗരസഭ. സംസ്ഥാനത്ത് 5ാം സ്ഥാനവും കരുനാഗപ്പള്ളി നഗരസഭയ്ക്കാണ്. വാർഷിക പദ്ധതി തുക ചെലവഴിച്ചതിലും കെട്ടിട നികുതി പിരിവ് ഇനത്തിലുമാണ് കരുനാഗപ്പള്ളി 1ാമതെത്തിയത്. വാർഷിക പദ്ധതി തുക ചിലവഴിച്ചതിലും കെട്ടിട നികുതി പിരിവിനത്തിലും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി സംസ്ഥാനത്ത് 5ാം സ്ഥാനവും ജില്ലയിൽ 1ാം സ്ഥാനവും നേടി. മുൻ LDF ഭരണസമിതിയുടെ കാലത്ത് പദ്ധതി വിഹിത ചെലവിൽ 74.98% തുക ചിലവഴിച്ചും കെട്ടിട നികുതി ഇനത്തിൽ 89.53% തുക പിരിച്ചെടുത്തുമാണ് മുന്നേറ്റം. SSCP വിഭാഗത്തിൽ 92.8% തുകയും TSP വിഭാഗത്തിൽ 100% തുകയും ചിലവഴിച്ചതായി അധികൃതർ അറിയിച്ചു. അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് കൗൺസിൽ അംഗങ്ങളുടെയും മുനിസിപ്പൽ ഉദ്യോഗസ്ഥരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭാരതീപുരം ശശിയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതായി പരാതി. LDF ആണ് ഇതിന്റെ പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് ദിവസം വിളക്കുവട്ടം ബൂത്തിൽ മുനിസിപ്പൽ കൗൺസിലർ ഷമീർ അസോസിനു നേരെ ഇടതുമുന്നണിയുടെയും വാർഡ് കൗൺസിലർ സുഭാഷ് നാഥിന്റെയും നേതൃത്വത്തിൽ ആക്രമണം നടത്തി. സുഭാഷ് നാഥിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് വിളക്കുവട്ടത്ത് കോൺഗ്രസ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഇതിൽ പങ്കെടുത്ത് ഇടതുമുന്നണിക്കെതിരെ പ്രസംഗിച്ചതിന്റെ പേരിലാണ് ഭാരതീപുരം ശശിക്കെതിരെ ആക്ഷേപവുമായി LDF രംഗത്ത് വന്നിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. വിളക്കുവട്ടത്തെ യോഗത്തിൽ പ്രസംഗിക്കാൻ അനുവദിക്കാതെ പരസ്യമായി കൂകി വിളിച്ച് യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. ഇവർക്കെതിരെ കേസെടുക്കണം. പ്രസംഗത്തിൽ പരാമർശിച്ച ചില കാര്യങ്ങളുടെ പേരിൽ വിഷയം വഴിതിരിച്ചുവിടാൻ LDF ശ്രമിക്കുന്നു. നിരന്തരമായി വിളക്കുവട്ടം പ്രദേശത്ത് സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്ത തരത്തിൽ ആക്രമണങ്ങളും ആക്ഷേപങ്ങളും LDFന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്യുന്നവരെ ആക്രമിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന സമീപനം LDF തുടരുകയാണ്. ഭാരതീപുരം ശശിയെ പോലെയുള്ള പ്രമുഖ നേതാവിനെ ആക്ഷേപിക്കാനും പൊതുസമൂഹത്തിൽ അധിക്ഷേപിക്കാനുമാണ് LDF നേതാക്കൾ ശ്രമിച്ചിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. നമുക്കറിയാം, നമ്മുടെ നിയോജക മണ്ഡലത്തിൽ 220 ബൂത്തുകളാണുള്ളത്. 219 ബൂത്തുകളിൽ നടക്കാത്തൊരു സംഭവമാണ് നമ്മുടെ വിളക്കോട്ടം ഭാഗത്തുള്ള ബൂത്തിൽ അന്നേ ദിവസം നടന്നത്, തെരഞ്ഞെടുപ്പ് ദിവസം നടന്നത്. ഒരു തെരഞ്ഞെടുപ്പ് ദിവസം സ്വാഭാവികമായിട്ട് ബൂത്തുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ചില പരസ്പരമുള്ള ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകും. അതൊക്കെ നേതാക്കന്മാർ ഇടപെട്ട് സാധാരണ രീതിയിൽ അതെല്ലാം ശമിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് സുഖമായി നടന്നു പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ അതിന് വിപരീതമായി കാലാകാലങ്ങളിൽ കാണുന്നത് ഈ വിളക്കോട്ടത്തുള്ള ബൂത്തിൽ ചില ആളുകളുടെ നേതൃത്വത്തിൽ സ്ഥിരം കലാപം ഉണ്ടാക്കുക, കയ്യേറ്റങ്ങൾ നടത്തുക, ഇതാണ് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പ് നടന്നത് കൊല്ലൂർ നഗരസഭയിലെ UDFന്റെ ഒരു കൗൺസിലർ, വനിതാ കൗൺസിലർ, അവർ ബൂത്തിന്റെ പോളിംഗ് സ്റ്റേഷന്റെ വാതിൽക്കൽ തന്നെ ആളുകൾ നിന്ന് ക്യാൻവാസ് ചെയ്യുന്നത് കണ്ടപ്പോൾ അതിനെ എതിർത്തു പോലീസിനോട് പരാതി പറഞ്ഞു. ഫലമുണ്ടായി. വീണ്ടും അങ്ങനെ സംഭവിച്ചുള്ള ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു കൗൺസിലർ, പുരുഷ കൗൺസിലർ, ആ വാർഡിലെ കൗൺസിലർ, നിലവിലെ കൗൺസിലർ വന്ന് അവരോട് വാക്കുതർക്കം ഉണ്ടാകുകയും അവരെ പിടിച്ചുകളിൽ കയ്യേറ്റം ചെയ്യുകയും അവരെ അടിക്കുകയുണ്ടായി. ഒരു വനിതാ കൗൺസിലറെ അടിച്ചു. നഗരസഭ തെരഞ്ഞെടുപ്പിൽ അവരുടെ സഹോദരനെ അടിച്ചു. ഇതൊരു സ്ഥിരം സംഭവമാണ് ആ ബൂത്തിൽ. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, ആ വാർഡിലെ കൗൺസിലർ തന്നെയാണ്. ഇതൊരു സ്ഥിരം രീതിയായിട്ട് അവിടെ എടുത്തിരിക്കുകയാണ്. വിളക്കുവട്ടത്തെ ആക്രമണത്തിലും പൊതുയോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിലും മുതിർന്ന നേതാവിനെ പൊതുസമൂഹത്തിൽ ആക്ഷേപിച്ചതിലും LDF നേതാക്കൾ മൗനം പാലിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് ജില്ലാ ട്രഷറർ നെൽസൺ സെബാസ്റ്റ്യൻ, DCC ഭാരവാഹികളായ K ശശിധരൻ, സഞ്ജു ബുഖാരി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് C വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ S നാസർ, KN ബിബിൻ എന്നിവർ ആവശ്യപ്പെട്ടു. അതിന് ഞങ്ങൾ മറുപടി പറയാൻ ആഗ്രഹിക്കില്ല. കാരണം അവരുടെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗം രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കുവാനും തങ്ങൾക്കെതിരായിട്ട് നിലപാടെടുക്കുന്നവരെ വാക്കുകൾ കൊണ്ട് വളരെ മോശമായ രീതിയിൽ അപമാനിക്കാവുന്ന ശ്രമങ്ങൾ വർഷങ്ങളായിട്ട് അത് CPMന്റെ ഒരു പാരമ്പര്യ സ്വഭാവം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണ്, ഞങ്ങൾ അവിടെ പ്രതിഷേധവും നടത്താനുള്ള സാധ്യത ഉണ്ടായത്. കാലാകാലങ്ങളിൽ വിളക്കൂട്ടം മേഖലയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ ആക്രമിക്കാനുള്ള ഒരു വ്യഗ്രത ചില രീതികൾ അവിടെ വർഷങ്ങളായിട്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കൗൺസിലർ ശ്രീ സുഭാഷ് ജി നാഥ് ആദ്യം മത്സരിച്ച് പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ എബ്രഹാം മാത്യുവിനോട് പരാജയപ്പെട്ട ആ കാലഘട്ടത്തിൽ അദ്ദേഹം അന്ന് ആ തെരഞ്ഞെടുപ്പിന് തോക്കാൻ കാരണക്കാരൻ ഇന്നത്തെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന JK ജയകുമാറിൻ്റെ വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയുണ്ടായി. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണ്, കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തൊട്ടും കടന്ന 2020 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണ് ശ്രീമതി ഷെമിയുടെ ഇപ്പോൾ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന് ഇരയായ കോൺഗ്രസിൻ്റെ കൗൺസിലർ ഷെമി അസീസിൻ്റെ സഹോദരനെ വിളക്കൂട്ടം ജംഗ്ഷനിൽ വെച്ച് ആക്രമിച്ചു. ഇപ്പോഴുണ്ടായ സംഭവം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ വിളക്കുവട്ടം ബൂത്തിന് മുമ്പിൽ വെച്ച് ഇവരുടെ നേതൃത്വം 10-20ഓളം CPMന്റെ പ്രവർത്തകന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട് ബൂത്തിന് മുമ്പിലോട്ട് പിടിച്ചു. ഇവിടെ മുമ്പ് സൂചിപ്പിക്കപ്പെട്ട 220 ബൂത്തുകളിൽ 219 ബൂത്തിലും സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സാഹിത്യകാരനായ പ്രൊഫസർ PN ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശതാഭിഷേകം സംഘടിപ്പിച്ചു. ആട്ടക്കഥാ സമാഹാരത്തിന്റെ പ്രകാശനവും നടത്തി. സാഹിത്യകാരൻ പ്രൊഫസർ PN ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശതാഭിഷേക ചടങ്ങുകളാണ് സംഘടിപ്പിച്ചത്. ചരിത്ര പണ്ഡിതൻ ഡോക്ടർ MG ശശിഭൂഷൺ ശതാഭിഷേകം ഉദ്ഘാടനം ചെയ്തു. എൻ്റെ വല്യച്ഛനെ കുറിച്ച് എത്ര കൃത്യമായാണ് പോറ്റി സാർ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് കഥകളിയോടുള്ള സ്നേഹം, മമത, അതെല്ലാം സംഗീതത്തിനോടുള്ള, പാരമ്പര്യ സംഗീതത്തോടുള്ള, ആലാപന സമ്പ്രദായങ്ങളോടുള്ള, പഴയ തലമുറയിലെ കഥകളി ഭാഗവതന്മാരുടെ ഒരു തുടർച്ചയായ
ഈ വ്യക്തിയുടെ പ്രത്യേകതകൾ അതെല്ലാം പോറ്റി സാർ എത്ര മനോഹരമായി കൃതകൃത്യതയോടുകൂടിയാണ് മനസ്സിലാക്കിയത് എന്ന് എനിക്ക് അത്ഭുതം തോന്നി. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. PN ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 7 ആട്ടക്കഥകളുടെ സമാഹാരമായ സപ്തദളങ്ങൾ TK ശ്രീകുമാറിന് നൽകി നിർവഹിച്ചു. ഭീഷ്മയുടെ പ്രകാശനം പ്രൊഫസർ തുമ്പമൻ രവിക്ക് നൽകി ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ നിർവഹിച്ചു. KV രാമാനുജൻ തമ്പി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ, പഞ്ചായത്ത് അംഗം S ദിലീപ് കുമാർ, സുനിൽ വല്യത്ത്, KP അജിതകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം ജില്ലയിൽ അടുത്ത 2 ദിവസങ്ങളിൽ താപനില 39 ഡിഗ്രിയിലേക്ക് ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ജില്ലയിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. കൊല്ലം ജില്ലയിൽ യെല്ലോ അലർട്ട്. ഇരവിപുരം കാരിക്കുഴി വയലിൽ യുവാക്കൾക്ക് നേരെ ആക്രമണം. സംഭവത്തിൽ 3 പേർക്കെതിരെ വധശ്രമത്തിന് കേസ്. കാരിക്കുഴി സ്വദേശികൾക്കെതിരെയാണ് കേസെടുത്തത്. കായംകുളത്ത് ക്ഷേത്രോത്സവത്തിനിടെ പോലീസുകാരെ ആക്രമിച്ച കേസിൽ 7 പേർ അറസ്റ്റിൽ. പുതുപ്പള്ളി കീരിക്കാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. പുതുപ്പള്ളി പടിഞ്ഞാറ്റിൻകര കുടുംബക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് പോലീസുകാർ ആക്രമിക്കപ്പെട്ടത്. പദ്ധതി വിനിയോഗത്തിൽ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി നഗരസഭ 1ാം സ്ഥാനത്ത്. സംസ്ഥാനത്ത് 5ാം സ്ഥാനവും കരുനാഗപ്പള്ളിക്ക്. വാർഷിക പദ്ധതി തുക ചെലവഴിച്ചതിലും കെട്ടിട നികുതി പിരിവ് ഇനത്തിലുമാണ് കരുനാഗപ്പള്ളി 1ാമതെത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.